CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLAയും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വളരെയധികം ഉത്കണ്ഠ ഉളവാക്കുന്ന ഒരു സംഭവമാണ് അത്. സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. സാധാരണ കേരളീയ സമൂഹത്തെക്കുറിച്ച് ഒരു 10-15 കൊല്ലം മുമ്പ് പറഞ്ഞത് എന്താ? കടുത്ത രാഷ്ട്രീയ അതിപ്രസരം, രാഷ്ട്രീയ അതിപ്രസരമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്നാണ് പൊതുവെ പറയാം. കുടിക്കണ വെള്ളത്തിൽ വരെ എന്തുണ്ടെന്നാ പറയാ, രാഷ്ട്രീയമുള്ളവരാണ് മലയാളി എന്ന് പറയും. നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടകളിലൊക്കെ എഴുതി വെച്ചൊരു ബോർഡ് ഉണ്ട്, ഇവിടെ രാഷ്ട്രീയം പറയരുത് എന്നുള്ള ബോർഡാണ്. ഇനി രാഷ്ട്രീയം പറയുന്നവർക്ക് സമ്മാനം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് ബോർഡ് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാട്ടിൻപുറം മാറേണ്ട സാഹചര്യം വരികയാണ്. അത്ര ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയായിട്ടാണ് എനിക്ക്. ഇത് അക്കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ പത്രം വായിക്കുന്നവരാണ്. ഒരു 30 വയസ്സിന് താഴെ പ്രായമുള്ള എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ പത്രം വായിക്കുന്നു? നമ്മുടെ തലമുറയിൽ നമ്മുടെ കുട്ടികൾ ആരും വായിക്കുന്നു? ഈ +1 +2 റിസൾട്ടൊക്കെ കഴിഞ്ഞ് ഡിഗ്രി പ്രവേശനം നടക്കും, പലയിടത്തും നടക്കുന്നുണ്ട്. ഏകജാലകം നടക്കുന്നു, ഓൺലൈൻ നടക്കുന്നു, പിന്നെ മാനേജ്മെന്റ് കോട്ടയ്ക്ക് അപേക്ഷ കോൾ ഫോർ ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോ ഒരു കുട്ടി എൻ്റെ അരിയത്ത് വരികയാണ്. ആ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്കൂളില് മാനേജ്മെന്റ് കോട്ടയുടെ അപേക്ഷ കൊടുക്കണതിന്റെ കാര്യം എന്നാണ് തുടങ്ങുന്നത്. എനിക്കങ്ങ് അരിശം പിടിച്ചു പോയി. ഈ കുട്ടിയുടെ വീട്ടിൽ 2 പത്രമുണ്ട്. ഈ 2 പത്രത്തിൽ ഈ വാർത്ത ഉണ്ട്. ഈ കുട്ടി അത് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ല എൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ പത്രമില്ലേ? അപ്പോ ഞാൻ എന്നിട്ട് അവരുടെ വീട്ടിൽ വരുന്ന പത്രമുണ്ട്. അത് വീട്ടിൽ വരുന്ന ഒരു പത്രം ദേശാഭിമാനി തന്നെയാണ്. ഞാനിതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ നമ്മുടെ ഈ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും ഈ പറയുന്ന ഒരു വാർത്തകൾ വായിക്കാനോ മറ്റും കാണിക്കാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ, അതിഭീകരമായ തോതിൽ ഈ സംവിധാനം കടന്നു വരുന്നുണ്ട്. ഇത് അപകടകരമാണ്. CITU ഏരിയ പ്രസിഡന്റ് IK വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി TS മധു, KG സുഖദേവ്, MK ഫൽഗുണൻ, KB സുധ, സിന്ധു സച്ചിൻ, PM അഹമ്മദ്, ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം. കേരളാസ് ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് യു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു. ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ്. LKG മുതൽ ഡോക്ടറേറ്റ് വരെ ഈസിയായി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരമൊരുക്കുന്നു. PhD, MBA, എഞ്ചിനീയറിംഗ്, B.Pharm, D.Pharm, പോളിടെക്നിക് ഡിപ്ലോമ, ആർട്സ് ആൻഡ് സയൻസ്, ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, CBSE സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ്. എക്സ്പെർട്ട് ഫാക്കൽറ്റി, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, അഡ്വാൻസ്ഡ് ലാബ്സ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ, സ്കേറ്റിംഗ്, ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ. നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം. വരൂ, ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. Holy Grace Group of Institution, Mala, Thrissur, making a difference.